ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നാളെ നവംബർ 3 പുതിയ ഒരാഴ്ചയിലേക്ക് മാർക്കറ്റ് നീങ്ങുകയാണ്. വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയും വലിയ ഉയരങ്ങൾ താണ്ടാനാവാതെ നിഫ്റ്റി വീണ്ടും കിതക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. 25,722 നിഫ്റ്റി ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. വീക്കിലി ബേസിൽ ഏകദേശം 0.3% നഷ്ടമാണ് വിപണി രേഖപ്പെടുത്തിയത്. അതേസമയം നിഫ്റ്റി 500-ൽ ഏകദേശം 0.1%-ൻ്റെ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.3% ഉയർച്ച വീക്കിലി ബേസിസിലുണ്ടാവുകയുണ്ടായി. വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോട് വന്നിരിക്കുന്ന ചില വാർത്തകൾ നിഫ്റ്റിയെ ഒന്നുകൂടി തളർത്തിയെന്ന് വേണം പറയാൻ. കാരണം ചൈന US മീറ്റ്, അതായത് ചൈനീസ് പ്രസിഡൻറ്റും US പ്രസിഡൻറ്റും തമ്മിലുള്ള മീറ്റിങ്ങിൽ മാർക്കറ്റ് വിചാരിച്ച പോലുള്ളൊരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഔട്ട്കം പുറത്തേക്ക് വന്നില്ല എന്നതായിരിക്കാം ഒരു കാരണമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് FIIസിൻ്റെ ഷോർട്ട് പൊസിഷൻസിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ആശങ്കയാണ്. കാരണം അവർ ഒരു തരത്തിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു, ഒരു ദിവസം വലിയ രീതിയിൽ വാങ്ങൽ നടത്തുന്നു, പിന്നീട് അടുത്ത ദിവസം തന്നെ വലിയ രീതിയിലുള്ള സെല്ലിംഗ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. സോ FIIസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഇതുവരെ F&O ഡെറിവേറ്റീവ് ഡാറ്റയിൽ നോക്കിക്കഴിഞ്ഞാലും ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാത്തത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ആശങ്കയായി തുടരുന്നുണ്ട്. 26,277 എന്ന് പറയുന്ന സെപ്റ്റംബറിൽ 2024 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ നിഫ്റ്റിക്ക് ആയിട്ടില്ല. ആ ഒരു 26,000-ന് മുകളിൽ നിഫ്റ്റി ഒരു ദിവസം ക്ലോസിംഗ് നൽകിയെങ്കിലും പിന്നീട് ആ ഒരു ലെവലുകളിലേക്ക് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റിയിൽ മൊമെൻറ്റം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്ക് വീക്കിലി ബേസിസിലുള്ള ക്ലോസിംഗ് ഒരു മൊമെൻറ്റം ലോസ് ചെയ്യുന്ന രീതിയിലാണ്. എന്നാലും RSIയും മറ്റുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഒന്ന് കൂൾ ഓഫ് ആയിരിക്കുകയാണ്. RSI നോക്കിക്കഴിഞ്ഞാൽ 72.4 നിന്നും ഏകദേശം 57.8 വന്നിട്ടുണ്ട്. സോ മൊമെൻറ്റം ഒരു ലോസ് ചെയ്ത് ഒരു മോഡറേറ്റ് വേയിലേക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത്. സോ വീക്കിലി ബേസിൽ നോക്കിക്കഴിഞ്ഞാലും വീക്കിലി ക്യാൻഡിൽ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ് വീക്കിലി ചാർട്ടിലുള്ളത്. ഒരു എക്സോഷൻ തന്നെയാണ് മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നത്. സോ ഒരു ടൈറ്റ് റേഞ്ചിലാണ് നിഫ്റ്റി നീങ്ങുന്നത്. 26,100-നും അതുപോലെ തന്നെ 25,700-നും ഇടയിലാണ്. സോ ഈ ഒരു രണ്ട് ലെവലുകളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു അപ്സൈഡ് മൂവോ അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്. വീക്കിലി അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് വീണ്ടും അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്കാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം വന്നിരിക്കുന്നത് ട്രംപ് ആണവ ഭീഷണിയാണ് അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ അവർ തുടരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമുക്ക് അത്രമാത്രം നെഗറ്റീവ് അല്ല. കാരണം അണ്ടർ കറണ്ട് പോസിറ്റീവാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ്, ഒക്ടോബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഫിഗർ റെക്കോർഡ് കാർ സെയിൽസാണ് വന്നിരിക്കുന്നത്. GST പെർസെൻറ്റേജ് അല്ലെങ്കിൽ GST റവന്യൂവിൽ 4% വർധനവ് കാണിച്ചിരിക്കുന്നു. ഒക്ടോബർ മാസത്തെ ഡെറിവേറ്റീവ് ഡാറ്റ മീൻസ് F&O ഡാറ്റ ഏറ്റവും ഓൾ ടൈം ഹൈയിലാണ് വന്നിരിക്കുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്വാർട്ടർ ഏർണിങ്സ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളില്ല എങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ആശങ്കയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിഫ്റ്റിയിലൊരു ഹെൽത്തി കറക്ഷൻ്റെ ഭാഗമായിട്ടൊരു 400 പോയിൻ്റ് കറക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ 25,700 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണാണ് 25,700 750 റേഞ്ചിൽ. അവിടെ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റിലേക്ക് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 25,900 to 26,000 ഒരു വലിയ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്തേക്കാം. അതേസമയം 26,100-ന് മുകളിലുള്ള ഡിസിസീവായിട്ടുള്ളൊരു ക്ലോസിംഗ് മാത്രമാണ് അടുത്ത ഒരു ഓൾ ടൈം ഹൈയിലേക്കുള്ള നിഫ്റ്റിയുടെ യാത്ര സുഗമമാക്കുക. 25,700 എന്ന് പറയുന്ന നിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്തില്ല എങ്കിൽ അടുത്ത ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ളത് 25,500-ഉം 25,000-നും 25,550 എന്ന് പറയുന്ന ആ ഒരു 50 ബേസിസ് പോയിൻ്റ് ഒരു 50 പോയിൻറ്റിൻ്റെ ബേസിലാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സപ്പോർട്ട് സോണെന്ന് പറയുന്നത്. അതും ബ്രേക്ക് കഴിഞ്ഞാൽ 25,300 വരെയെങ്കിലും നിഫ്റ്റി വരണം. സോ പടിപടിയായിട്ടുള്ള സപ്പോർട്ട് സോണിലാണുള്ളത്. ഇത് തീർച്ചയായിട്ടും ഡെറിവേറ്റീവ് ഡാറ്റയും അതുപോലെ തന്നെ അവരുടെ ഓപ്പൺ പൊസിഷൻസും നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഏകദേശം ഉദ്ദേശിച്ചത്. 25,700 25,750 ആദ്യ സപ്പോർട്ട് സോണ്. രണ്ടാമത്തെ സപ്പോർട്ട് സോൺ 25,500 to 550 എന്ന് പറയുന്ന 50 പോയിൻറ്റ്.
പിന്നീട് വരുന്നത് 25,300. കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണ് ഓപ്പൺ പൊസിഷൻസിൻ്റെ ഡാറ്റയും കിടക്കുന്നത്. അതുപോലെ തന്നെ അപ്പർ സൈഡിൽ 25,900 ടു 26,000 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്, റെസിസ്റ്റൻസ് സോണാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,100 ടു 150 വരെയെങ്കിലും നിഫ്റ്റി പോകാനുള്ള സാധ്യത, ഒരു 150 പോയിൻ്റ് റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. അത് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു പോസിറ്റീവ് സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിഫ്റ്റിയിലെ ഒരു റാലി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബൽ ക്യൂസ് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും 25 ബേസിസ് പോയിൻറ്റിൻ്റെ കട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. പക്ഷേ എക്കോണമി വളരെ കോഷ്യസ് ആയിട്ടുള്ള മൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്റ്റിമിസം ഉണ്ട്. പക്ഷേ ഏതായാലും നമ്മളത് നവംബർ 15-നും, അതായത് ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം മാത്രമാണ് ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു മുൻകൈക്കുള്ള സാധ്യത നമ്മൾ കാണുന്നുള്ളൂ. അതുവരെ ഈ ഒരു അനിശ്ചിതാവസ്ഥ മാർക്കറ്റിൽ നിന്ന് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്കിലും വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ട്രെൻഡ് എക്സോസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫിഗേഴ്സ് തന്നെയാണ് അവിടെ നിന്നും വരുന്നത്. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു തളർന്ന അവസ്ഥയിലാണ്. ഒരു നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കണ്ടു. 1,500 പോയിൻ്റ് അതിൻ്റെ അടുത്ത നിയറസ്റ്റ് സ്വിംഗ് ലോയിൽ നിന്നും നിഫ്റ്റി വന്നു. അതിനുശേഷമുള്ളൊരു ചെറിയൊരു എക്സോഷൻ രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അണ്ടർ കറണ്ട് അല്ലെങ്കിൽ ലോങ് ടേം ട്രെൻഡ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ 26,000 ഒരു പ്രധാനപ്പെട്ട ഹഡിൽ, 26,150 മുകളിലുള്ള ക്ലോസിംഗ് നിഫ്റ്റിയിലൊരു റാലി. ഡൗൺ സൈഡിൽ 25,700 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,500 ടു 550. ഈ ആഴ്ചയും റിസൾട്ടുകൾ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ലീഡ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഒരുപാട് നിഫ്റ്റി കമ്പനികളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമ്പനികളും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ശനിയാഴ്ചയായിട്ട് കൂടി ഇന്നും മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച നമ്മളെ സംബന്ധിച്ച് അംബുജ സിമെൻറ്റ്, ഭാരതി എയർടെൽ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ടൈറ്റൻ, അതുപോലെ തന്നെ വൊക്കാർഡ് ലിമിറ്റഡിൻ്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അന്ന് തന്നെയാണ് യൂറോ സോണിലുള്ള മാനുഫാക്ചറിങ് PMI വരുന്നത്. ഒക്ടോബർ സീരീസാണ്. ഒക്ടോബർ മാസത്തെ PMI ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ചൊവ്വാഴ്ചയും SBI, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അദാനി പോർട്ട്, അദാനി എൻ്റർപ്രൈസസ്, ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ, ഇന്ത്യൻ ഹോട്ടൽസ്, പേടിഎം, സുസ്ലോൺ എനർജി, ബർജർ പെയിൻറ്റ്, കീനസ് ടെക്നോളജി. ബുധനാഴ്ച മാർക്കറ്റിന് അവധി വരുന്നുണ്ട്. ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് മാർക്കറ്റ് അന്ന് അവധി വരുന്നു. അന്ന് ബുധനാഴ്ചയും നമുക്ക് സൺഫാർമ, ഗ്രാസിം, അരബിന്ദോ ഫാർമ, ബ്ലൂ സ്റ്റാർ, ഡെലിവറി, മദർസൺ സുമി, അതുപോലെ തന്നെ പിറമൽ ഫാർമ, റാംകോ എൻ്റർപ്രൈസസ് പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. അന്ന് US സർവീസ് PMI വരുന്നു. US സർവീസ് PMI ഒക്ടോബർ മാസത്തെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. വ്യാഴാഴ്ച LIC ഇന്ത്യ, ചോള ഇൻവെസ്റ്റേഴ്സ്, കമിൻസ് ഇന്ത്യ, ABB ലിമിറ്റഡ്, അപ്പോളോ ഹോസ്പിറ്റൽ, മാൻകൈൻ ഫാർമ, സൈഡസ് ലൈഫ്, ബജാജ് ഹൗസിംഗ്, ലുപിൻ, NHPC, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അബോട്ട് ഇന്ത്യ, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, ഇത്രയും കമ്പനികൾ വ്യാഴാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അന്ന് തന്നെയാണ് US-ൻ്റെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും അതുപോലെ തന്നെ UK-യുടെ ഇൻട്രസ്റ്റ് റേറ്റും വരുന്നത്. വെള്ളിയാഴ്ച വരുമ്പോൾ വീണ്ടും പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെയാണ്. ബജാജ് ഓട്ടോ, ഹിൻഡാൽകോ, ഡെവിസ് ലാബ്, ട്രെൻഡ്, ടൊറൻറ്റ് ഫാർമ, കല്യാൺ ജ്വല്ലേഴ്സ്, പെട്രോനെറ്റ് LNG, നാൽക്കോ, ഗുജറാത്ത് ഗ്യാസ്, ആസ്ട്രാസിനിക്ക പോലുള്ള കമ്പനിയുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. വെള്ളിയാഴ്ച നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവും അന്ന് തന്നെയാണ് റിലീസിങ് വരുന്നത്. അപ്പോൾ ഈ ആഴ്ചയും മാർക്കറ്റിനെ കൂടുതൽ നിയന്ത്രിക്കാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസൾട്ടുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ നമുക്ക് ശ്രദ്ധ വേണ്ടത്. നമുക്ക് വേണ്ടത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും. സ്റ്റോക്ക് സ്പെസിഫിക്കും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലായിരിക്കും മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പരിധിവരെ വലിയ നെഗറ്റീവുകളൊന്നും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് വന്നില്ല എങ്കിൽ മാർക്കറ്റ് സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കും ആയിട്ടുള്ള ധാരാളം അവസരങ്ങൾ ഈ ആഴ്ച തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും അതുപോലെ തന്നെ സ്റ്റോക്കുകളിലേക്കും പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്കോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ നമുക്ക് ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ഇതുവഴി ഡൗൺലോഡ് ചെയ്ത് വഴി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കുള്ള വിവരങ്ങളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്വൈസറി സർവീസുകൾ കൃത്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ചാനലുകളിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങളും ചാറ്റ് ഫെസിലിറ്റീസും ഒക്കെ തന്നെയുണ്ട്.
അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാം. ഇനി റിസൾട്ട് ബേസിൽ ചില കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിച്ചതിൽ ഒരു കമ്പനി അദാനിയുടെ എനർജി സൊല്യൂഷനാണ്. അദാനി എനർജി സൊല്യൂഷൻ AESL എന്ന് പറയുന്ന കമ്പനി Q2 റിസൾട്ട് വളരെ സ്ട്രോങ് ആണ്. റവന്യൂവിൽ ഏകദേശം 2% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പീസിൽ 63 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ റവന്യൂ ആണ് രേഖപ്പെടുത്തിയത്. ഇബിറ്റ നോക്കിക്കഴിഞ്ഞാലും 14% വർധനവ് കാണിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഏകദേശം 20% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. അണ്ടർലൈങ് ഓപ്പറേറ്റിംഗ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 45 ബില്യൺ ഇന്ത്യൻ റുപ്പീസിലാണ് വന്നിരിക്കുന്നത്. 8% വർധനവാണ്. അഡീഷണൽ റവന്യൂ അവർക്ക് ട്രാൻസ്മിഷൻ അസറ്റ്സിൽ നിന്നും അതുപോലെ തന്നെ ഇൻസ്റ്റാൾഡ് ബേസിൽ നിന്നും സ്മാർട്ട് മീറ്റേഴ്സിൻ്റെ ഇൻസ്റ്റാൾഡ് ബേസിൽ നിന്നൊക്കെ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ റവന്യൂ ചെറിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. മൺസൂൺ കൂടിയത് തന്നെയാണ് കാരണം. പ്രത്യേകിച്ച് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള മൺസൂൺ വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ധാനു പ്ലാന്റിൽ നിന്നുള്ള Q2 FY25 മീൻസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനിക്ക് പണം വന്നിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ പൈപ്പ് ലൈനാണ്. ട്രാൻസ്മിഷൻ എക്സിക്യൂഷൻ പൈപ്പ് ലൈൻ വളരെ സ്ട്രോങ് ആണ്. സോ എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്ക് വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തിരിക്കുന്നതും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റത്തോടു കൂടിയാണ്. 950 താഴെ സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1030 to 1050 അല്ലെങ്കിൽ ഈവൻ 1100 വരെയെങ്കിലുള്ളൊരു ടാർഗറ്റ് നമുക്ക് ഷോർട്ട് ടേമിലേക്ക് ഒരു 1 to 3 months ടാർഗറ്റിലേക്ക് നോക്കാം എന്നുള്ളത് തന്നെയാണ്. സോ അദാനി എനർജി സൊല്യൂഷൻ റിസൾട്ട് വൈസ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ അവരുടെ കോൺകോളും അവരുടെ മാനേജ്മെൻറ്റ് കമൻട്രിയും വളരെ പ്രോമിസിങ് ആയിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഗെയിലാണ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് നമ്മുടെ ഒരു ലോങ് ടേം പിക്ക് കൂടിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഗെയിൽ. നമുക്ക് ഡിവിഡൻറ്റിൻ്റെ ബേസ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അണ്ടർ കറണ്ട് നോക്കിക്കഴിഞ്ഞാലും ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നമുക്കിപ്പോൾ അടുത്ത ഒരു ടാർഗറ്റ് അതിൻ്റെ ഒരു കുറച്ച് കാലത്തെ കൺസോൾട്ടേഷന് ശേഷം ഗെയിലിലൊരു മൊമെൻറ്റം കണ്ടുവരുന്നു. നല്ല രീതിയിലുള്ള കറക്ഷൻ ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 2024 ഹൈക്ക് ശേഷം സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നു. 1 year ഫോർവേഡ് പിയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ അട്രാക്റ്റീവ് ഡിവിഡൻ്റാണ്. അതുപോലെ തന്നെ ഫ്രീ ക്യാഷ് ഫ്ലോ കമ്പനിയുടെ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആണ്. ആൻറ്റിസിപ്പേറ്റഡ് ട്രാൻസ്മിഷൻ താരിഫ് നമുക്ക് ജനുവരി 2026 കൂടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ പാറ്റിൽ ഏകദേശം 11% വർധനവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഗെയിലിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് 200 to 210 വരെയെങ്കിലും പോകാനുള്ള സാധ്യതകളാണ്. അതുപോലെ ബാങ്കിങ് സെക്ടറിൽ കഴിഞ്ഞ ആഴ്ചയും വളരെ നല്ലൊരു മൊമെൻറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്കൊക്കെ നമ്മൾ 190, 200 ലെവലുകളിലൊക്കെ സ്വിങ്ങിലൊക്കെ പറഞ്ഞതായിരുന്നു. വളരെ നല്ല മൊമെൻറ്റം നമുക്ക് ഫെഡറൽ ബാങ്കിൽ കിട്ടി. 230 വരെയൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് സ്റ്റോണിൻ്റെ സ്റ്റേക്ക് അക്വിസിഷന് ശേഷം ഇനി ഫെഡറൽ ബാങ്ക് കൂടുതൽ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. ബാങ്കിങ് സെക്ടറുകളിൽ ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് SBI 750 മുതൽ ഇതേപോലുള്ള വീക്കിലി പോഡ്കാസ്റ്റിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഫണ്ടമെൻറ്റൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അത് നമ്മുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിന് മുകളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 780, 770 നിന്നും ഇപ്പോൾ 900 മുകളിലേക്ക് SBI വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞൻ ബാങ്കായിരുന്നു IDFC ഫസ്റ്റ് ബാങ്ക്. വളരെ കാലമായിട്ട് സ്റ്റോക്ക് മൂവ് ചെയ്യാതെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ക്ഷമ നശിച്ച് വിൽക്കുകയൊക്കെ ചെയ്തു. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ വലിയ ഈ ഒക്ടോബറിൽ വന്നിരിക്കുന്ന Q2 റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. IDFC ബാങ്കിൻ്റെ ഏകദേശം 1000 ബ്രാഞ്ചസുകളാണുള്ളത്. 3.5 കോടി കസ്റ്റമേഴ്സിനെ അവർ സെർവ് ചെയ്യുന്നതായിട്ട് പറയുന്നു. ഫിനാൻഷ്യൽ ഇയർ ഈ Q2 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 75.4% വർധന, 352 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 201 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത്. ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ട്. പ്രൊവിഷൻസ്, അതായത് കിട്ടാക്കടം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൊവിഷൻസ് ബാങ്ക് കുറച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഡെപ്പോസിറ്റ്സിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കമ്പനി കാഴ്ചവെച്ചിട്ടുണ്ട്. IDFC നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 5112 കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ഇൻകമാണ് കമ്പനി 3 മാസം കൊണ്ട് നേടിയത്. 6.8% വർധനമാണ് ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ ക്വാർട്ടറിൽ. GNP, അതായത് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് 1.86 നിന്നും 1.97 നിന്നും 1.86 കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. നെറ്റ് NPA നോക്കിക്കഴിഞ്ഞാലും 0.52% കുറവ് കമ്പനി രേഖപ്പെടുത്തി. 0.55% ഉണ്ടായിരുന്ന 0.52 ആയിട്ട് വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ പ്രൊവിഷൻ 12% കുറവാണ് വന്നിരിക്കുന്നത്. പ്രൊവിഷൻ കുറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ കിട്ടാക്കടം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. 1452 കോടി രൂപയുടെ പ്രൊവിഷനാണ് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം
1659 കോടി രൂപ പ്രൊവിഷൻ വെച്ച സ്ഥാനത്താണ് ഇപ്പോൾ 1450 കോടി രൂപയിലേക്ക് വന്നിരിക്കുന്നത്. IDFC മൈക്രോ ഫിനാൻസ് സെഗ്മെൻറ്റിൽ കിട്ടാക്കടം കുറഞ്ഞിട്ടുണ്ട്. IDFCയുടെ ഫസ്റ്റ് ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. കാരണം 6.18% ബാങ്കിൻ്റെ മാർജിൻ എന്ന് പറയുന്നത്, അതിപ്പോൾ 5.59% കുറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ കാസ റേഷ്യോ ഏകദേശം 50%. കാസ റേഷ്യോ കൂടുക എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം കമ്പനിക്ക് ഏറ്റവും അല്ലെങ്കിൽ ബാങ്കുകൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഏറ്റവും കുറവ് പലിശ കൊടുക്കേണ്ട 2 ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടുമാണ്. അതിൽ പണം കൂടുക എന്നർത്ഥം ബാങ്കിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പണം കിട്ടുന്നു എന്നുള്ളതാണ്. സോ കാസ റേഷ്യോ ഏകദേശം 50% അടുത്ത് വന്നിട്ടുണ്ട്. ലോൺ ഗ്രോത്ത് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. മൊമെൻറ്റം വളരെ സ്ട്രോങ് ആണ്. റീറ്റെയിൽ ബാങ്കിങ്ങിലും അതുപോലെ തന്നെ ബിസിനസ് ബാങ്കിങ് സെഗ്മെൻറ്റിലും മൊമെൻറ്റം വളരെ സ്ട്രോങ് ആണ്. ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വൈദ്യനാഥൻ പറയുന്നത് അസറ്റ് ക്വാളിറ്റി വളരെ സ്റ്റേബിൾ ആണെന്നാണ്. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിൻ്റെ സെഗ്മെൻറ്റിൽ നിന്നുള്ള സ്ട്രെസ്സ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറഞ്ഞു വരുന്നതാണ്. IDFCയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000-ഓളം ബ്രാഞ്ചുകളുണ്ട്. 3,50,00,000-ഓളം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊരു ലോങ് ടേം സ്റ്റോറിയാണ്. നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരു ഇടിവിലും ആദ്യം ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ആദ്യം മുതലേ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക, എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ നിന്നുള്ള സ്റ്റോക്കാണ് TTK പ്രസ്റ്റീജ്. എനിക്ക് ഈ കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടൊരു കമ്പനി കൂടിയാണ്. നമ്മൾ കുക്കറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണിത്. Q2 റിസൾട്ട് വളരെ സ്ട്രോങ് ആണ്. റവന്യൂവിൽ ഏകദേശം 11.2% വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ട്രോങ് ഡിമാൻഡായിരുന്നു. ദീപാവലിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം കിച്ചൺ സാധനങ്ങളും കിച്ചൺ വെയറുകളൊക്കെ തന്നെ കൂടുതലായിട്ട് വിൽക്കുന്ന സമയമാണ്. GST കട്ട് കൂടി ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് സ്ട്രോങ് ആയി നിന്നിട്ടുണ്ട്. കാരണം 12% നിന്നും 5% GST കട്ടും വന്നിട്ടുണ്ട്. അത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട 50% ഓഫ് കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് കുക്ക് വെയറുകളും തന്നെയാണ്. അപ്പോൾ ഈ ദീപാവലി സീസണും അതുപോലെ ഈ GST കട്ടും കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് കമ്പനിയുടെ ഡിമാൻഡ് എല്ലാ സെഗ്മെൻറ്റുകളിലും വളരെ കൂടിയതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചാനൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ ചാനൽസും ഓഫ്ലൈൻ ചാനൽസിലൊക്കെ തന്നെ കമ്പനിയുടെ സെയിൽസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 300 മില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ കാപ്പെക്സ് കമ്പനി ഫസ്റ്റ് ഹാഫിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെപ്റ്റംബർ 30 വരെയുള്ള സമയങ്ങളിൽ കമ്പനി കുക്ക് വെയർ യൂണിറ്റ്സിന് വേണ്ടിയിട്ടാക്കി ചിലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ, അതായത് പ്രൈസിങ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പ്രീമിയം എൻഡിൽ ഈ പോർട്ട്ഫോളിയോ ഇവരുടേത് വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ചും ഇവരുടെ TTK പ്രസ്റ്റീജിന് വളരെ നല്ല വാല്യൂ കസ്റ്റമേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം 650-665 നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടൊരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 730-750 റേഞ്ചിലൊക്കെ പോകാനുള്ള ശക്തി TTK പ്രസ്റ്റീജിനെ നമുക്ക് ലോങ് ടേമിൽ വെക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമുക്ക് 620 താഴെ വിൽക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു ടാർഗറ്റ് നമുക്ക് 720-740 റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് TTK പ്രസ്റ്റീജിനെ കാണുന്നത്. അതുപോലെ ഈ വീക്കെൻഡിൽ വന്നിരിക്കുന്ന ചില റിസൾട്ടുകൾ, JK സിമെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 160 കോടി രൂപ, അതായത് ഇയർ ഓൺ ഇയറിൽ 18%-യും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 51% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 3019 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 18% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 10% കുറവാണ്. ഇബിറ്റ 446 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ 57% വർധനവാണ് ഇബിറ്റയിലുള്ളത്. അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 35% കുറവാണ്. ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും 11.1% ഉണ്ടായിരുന്ന മാർജിൻ ഉയർന്ന് ഇപ്പോൾ 14.8% എത്തിയിരിക്കുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും 20.52% മാർജിൻ വന്നിരിക്കുന്നത്. ഇനി സൽസാർ ഇലക്ട്രോണിക്സ് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 27% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇയർ ഓൺ ഇയറിൽ 16% വർധനവുമുണ്ട്. റവന്യൂ നോക്കിക്കഴിഞ്ഞാലും 22% വർധനവ് വന്നിട്ടുണ്ട്. ഇബിറ്റ 4% വർധനവ്. ഇബിറ്റ മാർജിൻ 10.26 നിന്നും കുറഞ്ഞ് 8.72 ആയിരിക്കുന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ 4% കുറവ് ഇയർ ഓൺ ഇയറിലും 24% കുറവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കാണിച്ചിട്ടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെറ്റ് ഓഫ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 56% വർധനവ് ഇയർ ഓൺ ഇയറിലും 10% വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കമ്പനി കാണിച്ചിട്ടുണ്ട്.
റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 31% വർധനവ് ഇയർ ഓൺ ഇയറിലും 6% വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കാണിച്ചിട്ടുണ്ട്. ഇബിറ്റ മാർജിൻ 35.6 നിന്ന് ഉയർന്ന് 36.05% വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 35.85% കഴിഞ്ഞ ക്വാർട്ടറിൽ ലാഭം. അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 713% വർധനവാണ് അതർ ഇൻകത്തിൽ വന്നിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ പോലും 42% വർധനവാണ് ആസാദ് എഞ്ചിനീയറിംഗിൻ്റെ അതർ ഇൻകത്തിൽ വന്നിരിക്കുന്നത്. ഇനി CDSL ആണ്. CDSLലും 37% വർധനവാണ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ രേഖപ്പെടുത്തിയത്. ഇയർ ഓൺ ഇയറിൽ 13% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 319 കോടി രൂപയാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 23% കൂടുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇയർ ഓൺ ഇയറിൽ റവന്യൂ 1% കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇബിറ്റ മാർജിൻ 51.2 നിന്നും കൂടി 56.36% വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 62.7% വർധനവായിട്ട് കാണിക്കുന്നുണ്ട്. റിസൾട്ടുകളുടെ ഇഫക്റ്റുകൾ എന്തായാലും തിങ്കളാഴ്ച ഉണ്ടാകും. അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ചിട്ടും ഓട്ടോമൊബൈൽ ആക്സസറി കമ്പനികളെ സംബന്ധിച്ചിട്ടുമൊക്കെ തന്നെ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഈ ആഴ്ച നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് വീണ്ടും ഒരു ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഓൾറെഡി കവർ ചെയ്ത സ്റ്റോക്കാണ്. ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. കാരണം 930-35 റേഞ്ചിലാണ് ഇപ്പോൾ നമുക്ക് SBI കിട്ടുന്നത്. SBIയുടെ റിസൾട്ട് ചൊവ്വാഴ്ച വരാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ റിസൾട്ട് മോശമാവുകയോ അല്ലെങ്കിൽ പ്രൊവിഷനിങ്ങിലോ എന്തെങ്കിലും വ്യത്യാസം വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിഫ്റ്റി അല്ലെങ്കിൽ SBIയിൽ ഒരു ഡിപ്പ് വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി ചെയ്ത് അടുത്ത ഒരു 1000 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് വെക്കാനുള്ള സാധ്യതയായിട്ടാണ് തോന്നുന്നത്. കാരണം GST റേറ്റ് കട്ടിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള സെയിൽസാണ് 30 സെപ്റ്റംബർ വരെ നടന്നിരിക്കുന്നത്. കാരണം സെക്കൻഡ് ക്വാർട്ടർ വരെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൺസംഷൻ, അത് FMCG ആയിക്കോട്ടെ, കൺസ്യൂമർ ഡ്യൂറബിൾസ് ആയിക്കോട്ടെ, ഓട്ടോ സെയിൽസ്, ഹൗസിങ്, അങ്ങനെ എല്ലാ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തിലും നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ബെനിഫിഷ്യറി ആവാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബാങ്കാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കായിട്ടുള്ള SBI തന്നെയായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ തന്നെയായിരിക്കും അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതുതന്നെ ഹോം ലോണുകൾ, അല്ലെങ്കിൽ ഹൗസിംഗ് ഡിമാൻഡ്, ഓട്ടോ, പേഴ്സണൽ ലോണുകളൊക്കെ തന്നെ ക്രെഡിറ്റ് ഗ്രോത്തിനെ, SBIയുടെ ക്രെഡിറ്റ് ഗ്രോത്തിനെ സ്വല്പമായിട്ട് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ SME സെഗ്മെൻറ്റിലും MSME സെഗ്മെൻറ്റിലും ഒക്കെ തന്നെ ഒരു ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പോകുന്നത് SBI തന്നെയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ അഡ്വാൻസും ഡെപ്പോസിറ്റ്സും ഒക്കെ തന്നെ Q1 നോക്കിക്കഴിഞ്ഞാൽ 12% വർധനവൊക്കെ ഉണ്ടായിരുന്നു. 42.5 ലക്ഷം കോടി രൂപയുടെ അഡ്വാൻസസ് ആണ് കമ്പനി Q1 നടത്തിയിരിക്കുന്നത്. 55 ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് ഡെപ്പോസിറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻസുകൾ 42.5 ലക്ഷം കോടി രൂപയാണ്. NPA നോക്കുകയാണെങ്കിൽ 0.47%. ഇത്രയും വലിയ ബാങ്കാണ്, ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. എന്നിട്ട് കൂടി 100 രൂപയ്ക്ക് 47 പൈസ മാത്രമാണ് നെറ്റ് NPA, 47 പൈസ മാത്രമാണ് കിട്ടാക്കടമാവാനുള്ള സാധ്യതയുള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം Q1 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 47,462 കോടി രൂപയുടെയാണ് അവർ ഇൻകമായിട്ട് കളക്ട് ചെയ്തത്. ഒരു ഷെയറിന് ഏകദേശം Q1 നോക്കുകയാണെങ്കിൽ ഏകദേശം 24 രൂപ കമ്പനി ഓൾറെഡി ഓപ്പൺ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞു. Q2 ഒരു 300 കോടി രൂപയുടെ ഗെയിനെങ്കിലും 40 ലക്ഷം NSDLൻ്റെ ഷെയറുകൾ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ഏകദേശം 300 കോടി രൂപയെങ്കിലും ഗെയിനായിട്ട് കമ്പനിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 2 രൂപ പെർ ഷെയറാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 800 കോടി ഷെയറെങ്കിലും, അല്ലെങ്കിൽ 800 രൂപ നിലവാരത്തിലേക്ക് അവർക്ക് വിൽക്കാൻ പറ്റും IPO NSDLൻ്റെ. അത് 2 രൂപ പ്രകാരമാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 13.19 സ്റ്റേക്ക് അവർക്ക് യെസ് ബാങ്കിലുണ്ട്. അതും ഏകദേശം 8,892 കോടി രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞു. ഏകദേശം 10 രൂപ പ്രകാരം വാങ്ങിയതാണ്. അതും ഏകദേശം 4,750 കോടി രൂപ കമ്പനിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 22,980 ബ്രാഞ്ചുകൾ ഈ ബാങ്കിലുണ്ട്. 50 കോടി കസ്റ്റമേഴ്സ്, ഇന്ത്യയിലെ 1/3 കസ്റ്റമേഴ്സ് ഇവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. 23% ഡെപ്പോസിറ്റ് മാർക്കറ്റ് ഷെയറാണ് ഇവർക്കുള്ളത്. ലോങ് ടേം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ്. 2026 എസ്റ്റിമേഷൻ ഏകദേശം 100 രൂപ ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഏൺ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 9.3x, അതായത് വെറും 3x കമ്പനി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ 4 സബ്സിഡിയറികളുടെ വാല്യൂ ഒക്കെ കൂട്ടാതെ, അതായത്
ലിസ്റ്റഡ് സ്പേസിൽ നിന്നുള്ള ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഡ് ബിസിനസ്സൊക്കെ ഉണ്ട്. അൺലിസ്റ്റഡ് സ്പേസിലുള്ള AMC ബിസിനസ്സുകളുണ്ട്, നോൺ ഇൻഷുറൻസ് ബിസിനസ്സുകളൊക്കെ തന്നെയുണ്ട്. സോ 20% ഡിസ്കൗണ്ട് കൂട്ടിയാൽ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 1.35x എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഓൺ ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 588 രൂപ ഒരു ഷെയറിന് വരുന്നുണ്ട്. ഇത് മാർച്ച് 31 വരെയുള്ള കണക്കാണ്. സോ ഈ വാല്യൂഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8.63 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഒരു റൂറൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 930-35 നിലവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കറക്ഷനോ മറ്റോ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് SBIയിലേക്ക് എൻട്രി ചെയ്യാം. അതേസമയം ഒരു 1 ഇയർ പ്രോസ്പെക്റ്റീവിലെങ്കിലും നോക്കി കണ്ടുകൊണ്ട് ഒരു 1000 രൂപയെങ്കിലും ടാർഗറ്റ് വെച്ചുകൊണ്ട് വേണം നിഫ്റ്റിയിൽ SBIയിൽ എൻട്രി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും സ്റ്റോക്കുകളും റിസൾട്ടുകളും ഒക്കെ തന്നെ നോക്കുന്ന സമയത്ത് ഹിഡൻ ആയിട്ടുള്ള പല സ്റ്റോക്കുകളും ഒക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസ് സെക്ടർ ആയാലും ശരി, അതുപോലെ തന്നെ മെയിൻ സ്ട്രീം കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗ്രോത്തിനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം അത് വളരെ സൂക്ഷ്മമായി നോക്കിയിട്ട് അവർക്കൊരു ഓൾറെഡി അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ സക്സസ്സാണ് ഇതൊക്കെ. നേരെ മറിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കത് പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ്, വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സ്റ്റൈല്, ഇതൊക്കെ തന്നെ വളരെ പ്രാധാന്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ ഹണ്ട് ചെയ്യാനും അങ്ങനെയുള്ള കമ്പനികളെ നിങ്ങളെ പോർട്ട്ഫോളിയോയ്ക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണുള്ള ശ്രമങ്ങളായിരിക്കണം നടത്തേണ്ടത്. അല്ലാതെ ഇൻഡെക്സോ നിഫ്റ്റിയോ സെൻസെക്സോ അതൊക്കെ എവിടേക്കെങ്കിലും പോക്കോട്ടെ, അത് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കിയാൽ മതി. പക്ഷേ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ആ കമ്പനിയുടെ പെർഫോമൻസും ഗ്രോത്തും ഒക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് പണം കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വീക്കാണ്. ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് നമുക്കൊരു ദിവസം അവധി കൂടിയുണ്ട് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ ഒരു ട്രങ്കേറ്റഡ് വീക്കാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ട്രേഡ് എല്ലാവർക്കും ആശംസിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങളെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് നമുക്ക് വളരെ ചെറിയ പ്രൈസ്, നമുക്ക് 1000 രൂപ മുതൽ അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഷോർട്ട് ടേം പിക്സുകൾ, നമ്മുടെ വാല്യൂ പിക്കുകളൊക്കെ തന്നെ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ചാനലുണ്ട് ടെലിഗ്രാം, അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എനിക്ക് വേറെ ചാനലുകളില്ല. അതുപോലെ തന്നെ വേറെ ക്രിപ്റ്റോ കറൻസി ഇതുപോലുള്ള ട്രേഡുകളിലൊന്നും തന്നെ ഞാൻ ഇൻവോൾവ് അല്ല. ഒന്നാമത് ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ അലൗഡ് അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ മെമ്പർ ആവാനുള്ള സാധ്യതകൾ നമുക്കില്ല. അപ്പോൾ ക്രിപ്റ്റോവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നേരിടുന്നത് ഞാനല്ല. ഫേക്ക് ചാനൽ ഒരുപാട് ടെലിഗ്രാമിലുണ്ട്. റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേരിൽ തന്നെ സുശാന്ത് സുരേൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ കാണാറുണ്ട്. റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.